ശബരിമല എന്ന് പറഞ്ഞ കോടിക്കണക്കിന് വിശ്വാസികളുടെ ഒരു അമ്പലവും ഒരു ശ്രദ്ധേന്റെ ഒരു കേന്ദ്രം, അവിടെ ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് നടന്നു, അതിനെക്കുറിച്ച് സർക്കാർ ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഇത് ഇനി നടക്കുന്ന കാര്യമല്ല. അതിന്റെ സമയം കഴിഞ്ഞു. ഇനി ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, വിഭജിച്ച് ഹമാസും ലെബനനും പാലസ്തീനും പറഞ്ഞു നടക്കുന്ന ലെഫ്റ്റ് സഖാവുമാര്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ അക്കൌണ്ടബിലിറ്റി ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ BJP ചെയ്ത് കാണിക്കും, ജനങ്ങളുടെ പേരിൽ അത് ചെയ്ത് കാണിക്കും. സെൻട്രൽ ഒരു ഏജൻസിയുടെ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ളതാണോ പ്രധാന ഒരു ഡിമാൻഡായിട്ട്? അതെ, കാരണം അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. അത് ഞങ്ങൾ 8-ാം തീയതി ഒരിക്കൽ കൂടി അവിടെ റിപ്പീറ്റ് ചെയ്യും. കാരണം ഇതിന്റെ സ്കോപ്പ് ശബരിമല മാത്രം അല്ല. ശബരിമലയിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ മറ്റേ അമ്പലത്തിൽ എന്താ നടന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണം. എനിക്ക് കിട്ടിയ കോളെല്ലാം 3 ദിവസമായിട്ട് ഇമെയിലും കോളിലും ആൾക്കാർ സാധാരണക്കാരെ വിളിച്ചു പറയുന്നു, ഇവിടെ നടന്നിട്ടുണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ഇത് 10 കൊല്ലം മുമ്പേ ഇവിടെ നടന്നിട്ടുണ്ട്. അന്ന് ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ഒരു കോൺഗ്രസ് മന്ത്രിന്റെ ഒരു അനുജനോ ഏട്ടനായിരുന്നു, അയാൾ ഇത് ചെയ്തിട്ടുണ്ട്. ഒരു കോംപ്രിഹെൻസീവ്, ഇത് വിശ്വാസികളുടെ പേരിലും ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായിട്ട് കണ്ടിട്ടും ഇത് നമ്മൾ ചെയ്യണം, ചെയ്യിപ്പിക്കണം. സർക്കാർ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർക്ക് ചെയ്യാൻ ഒരു ആഗ്രഹമില്ല. സർക്കാർ ചെയ്യില്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ചെയ്യണം, സെൻട്രൽ ഏജൻസി ചെയ്യണം. ഈ ദേവസ്വം വിജിലൻസ് ഈ സംഭവം അറിഞ്ഞിട്ടും അവർ മറച്ചു വെച്ചു എന്നാണോ കരുതുന്നത്? അവർക്ക് വീഴ്ച ഉണ്ടായില്ലെന്ന് കരുതുന്നുണ്ടോ? 100%. അതല്ല ഞാൻ പറഞ്ഞത്. അവര് തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന്, അതിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ചെയ്യുന്ന അതന്നെ അവരെന്നെയാണ്. അത് ഒളിപ്പിച്ചു വെച്ച് ഒളിക്കുന്നത് അവരെന്നെയാണ്. അല്ലെങ്കിൽ ഇതിപ്പോ കഴിഞ്ഞൊരു 3 മാസം നടന്ന കാര്യമൊന്നുമല്ലല്ലോ. ഇപ്പൊ വരുന്നത് എന്താണ്? 10-15 കൊല്ലമായിട്ട് നടക്കുന്ന കാര്യമാണ്. അല്ല, ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് അത് CPM കോൺഗ്രസിന്റെ ഒരു രീതി ഞങ്ങൾ 40-50 കൊല്ലമായിട്ട് കാണുന്നു. പക്ഷേ ഈ ലെവലിൽ പോകുന്നു വിശ്വാസികളും ഒരു അമ്പലത്തിൽ കയറി കൊള്ള എടുക്കുന്ന. ഞാൻ ആദ്യം വായിച്ചത് ഹിസ്റ്ററി ബുക്കില് അത് എന്താണ്, തൈമൂർ ഖാനും കുബ്ലായ് ഖാനും മുഗൾസ് വരുമ്പോ അമ്പലത്തിൽ കയറി, ടിപ്പു സുൽത്താൻ വന്നപ്പോ നോർത്ത് മലബാറിൽ അമ്പലത്തിൽ കയറി വിഗ്രഹങ്ങളെല്ലാം എടുത്തു, അമ്പലങ്ങളെല്ലാം പൊളിച്ചു. ഇത് ഞാൻ അന്ന് വായിച്ചതാ. അത് CPM-കാരും ചെയ്യും, കോൺഗ്രസ്സുകാരും ചെയ്യുമെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, ഒരു ഡീസൻസിയോ ഒരു എന്താ പറയാ, നാണോ? അല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരി, നിങ്ങൾ രാഷ്ട്രീയത്തില് കോമാളിക്കാരും കുറെ എന്താ പറയാ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കി വെച്ചതാണ്. പക്ഷെ ഈ ലെവലില് അഴിമതി പോവും. ഒരു അമ്പലത്തിൽ കയറി അമ്പലത്തിന്റെ സ്വർണം എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് കേൾക്കുമ്പോ തന്നെ അതിശയം. എങ്ങനെ കൈകാര്യം? ഇതിപ്പം അതിലൊക്കെ നേരിട്ട് ദേവസ്വം മന്ത്രിക്കൊക്കെ ഇടപാടുണ്ടെന്ന് കരുതാൻ കഴിയുമോ? ഇല്ല, അതിൽ ഞാൻ നോക്കൂ, ഇത് എന്നെ അങ്ങനെ അന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ആരാണ് ക്രൈം ചെയ്തത്, ക്രൈമിനെ എയ്ഡിങ് എബറ്റിങ് ആരാണ് ചെയ്തത്, അതൊരു ഇൻവെസ്റ്റിഗേഷൻ വഴി. സർക്കാരിന്റെ പങ്കുണ്ട്. അല്ല, നോക്ക്, ഇനിയിപ്പോ സർക്കാരിന് ഇതിനും പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാ സർക്കാരിന് പങ്ക്? എന്തിനാണ് സർക്കാർ? പോലീസ് ആൾക്കാരെ അടിക്കുന്നു, സർക്കാരിന് പങ്കില്ല. കോർപ്പറേറ്റ് സെക്ടർ തകർന്നു വീഴുന്നു, സർക്കാരിന് പങ്കില്ല. വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുന്നു, സർക്കാരിന് പങ്കില്ല. ആരോഗ്യ മേഖല, ഹോസ്പിറ്റൽസ് എല്ലാം പൊളിയുന്നു, സർക്കാരിന് പങ്കില്ല. 75% ഗവൺമെന്റ് സ്കൂൾ പൊളിയാൻ പോകുന്നു, സർക്കാരിന് പങ്കില്ല. പിന്നെ എന്തിനാ സർക്കാർ? പിന്നെ വീട്ടിൽ പോയിരിക്കണ്ടേ? കാൾ മാർക്സിന്റെ പുസ്തകം വായിക്കണ്ടേ? ഇതാണ് ജനങ്ങളുടെ നോക്കൂ, ജനങ്ങളെ അറിയിപ്പിക്കാൻ ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ കാണുന്നത് ഈ വരുന്ന ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനോ ലോക്കൽ ബോഡി ഇലക്ഷൻ, അഴിമതി ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ജനങ്ങൾ കാണണം. ഇതൊരു രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു 2 ദിവസം സംസാരിക്കുക, 3-ാമത്തെ ദിവസം മറന്നിട്ട് മറ്റൊരു ഇഷ്യൂ എടുക്കുക, അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ജനങ്ങളെ വികസനം, നാടിന്റെ വികസനത്തിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഈ അഴിമതി. പണ്ട് കാലത്ത് കോൺഗ്രസ് അഴിമതി ചെയ്താൽ ജനങ്ങൾ അവരെ തട്ടിമുട്ടി വെച്ച് CPM ഒരു അവസരം കൊടുത്തു. കാരണം CPM ശരി അഴിമതി ചെയ്യില്ല എന്ന് വിശ്വസിച്ചിട്ട് ജനങ്ങൾ CPM ഒരു അവസരം കൊടുത്തു. അത് VS-ന്റെ സമയത്തും EK നായനാറിന്റെ സമയത്തും അതായിരുന്നു സത്യം. പക്ഷെ ഇപ്പൊ എന്താണ്?
കുടുംബ രാഷ്ട്രീയവും അഴിമതിയിൽ ഈ രണ്ട് പാർട്ടിയിൽ കോൺഗ്രസിലും CPM-ലും ഒരു ഒറ്റ വ്യത്യാസമില്ല. ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് പറയൂ, എനിക്ക് പറഞ്ഞുതരൂ. ഒരു ഒറ്റ വ്യത്യാസമില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങളുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും അറിയിപ്പിക്കാനും ഈ അഴിമതി എന്ന് പറഞ്ഞതും അനാസ്ഥയും പ്രീണരാഷ്ട്രീയവും ഇതെല്ലാം വരുന്ന ഇലക്ഷനിൽ ഒരു വലിയൊരു ഡിസ്കോഴ്സും ഡിബേറ്റിന്റെ ഭാഗമാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഹമാസോ ലെബനനോ പാലസ്തീനോ ഇതല്ല ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂസ്. അത് വേണമെങ്കിൽ സഖാവുമാര് അവരുടെ ക്യാമ്പിലോ യൂണിറ്റിലോ ഇരുന്ന് സംസാരിച്ചോട്ടെ. ജനങ്ങളെ ബാധിക്കുന്നത് എന്താണ്? തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഇതെല്ലാം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ അഴിമതി, രാഷ്ട്രീയ അനാസ്ഥ, ഇതിനെ കുറച്ച് ഡിസ്കസ് ചെയ്യണം. അത് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. ക്ലിഫ് ഹൌസിൽ മാർച്ച് ചെയ്ത് ഈ സർക്കാരിന്റെ അഴിമതിയും ഈ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും.